മൊദാനിയെക്കുറിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാക്കൾ മോദിയോട് വളരെയേറെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എന്നാൽ ഇന്ന് വരെ മൊദാനിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ മോദി തയ്യാറായിരുന്നില്ല. എന്നാൽ അമേരിക്കയിൽ വെച്ച് അമേരിക്കക്കാരനായ ഒരു പത്രപ്രവർത്തകൻ മോദിയുടെ മുഖത്ത് നോക്കി മൊദാനിയെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോഴുള്ള മോദിയുടെ മുഖഭാവവും പ്രതികരണവും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള കോൺഗ്രസിന്റെ കരുത്തരായ നേതാക്കൾ ഉണ്ടാക്കിയതെല്ലാം മൊദാനിക്ക് വിറ്റുതുലച്ചാണ് മോദി ഭരണത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. മൊദാനിക്കെതിരെ അഴിമതിക്കുറ്റത്തിന് അമേരിക്കയിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് ചാർജ് ചെയ്യുകയും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയിൽ മൊദാനിക്കെതിരെ ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. അതുപോലെ പാർലമെന്റിലും പുറത്തുമെല്ലാം പ്രതിപക്ഷ നേതാക്കൾ മൊദാനിയും മോദിയും ചേർന്നുള്ള അഴിമതിയെക്കുറിച്ച് ശബ്ദമുയർത്തുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടും മോദി തെല്ലും കുലുങ്ങിയിട്ടില്ല. പക്ഷേ അമേരിക്കയിൽ ചെന്നപ്പോൾ മുതലാളിയെക്കുറിച്ചുള്ള ചോദ്യം നേരിടേണ്ട ദയനീയ അവസ്ഥയാണ് മോദിക്കുണ്ടായത്. അമേരിക്കൻ ലേഖകൻ മോദിയുടെ മുഖത്ത് നോക്കി ഇവിടെ ചോദിക്കുന്ന ചോദ്യം കേട്ടുകൊള്ളൂ. ഒരു കാര്യം ആദ്യം തന്നെ വ്യക്തമാക്കി തരാം. മോദിയുടെ ചെവിയിലിരിക്കുന്ന ഇയർഫോണിൽ കൂടി ഇയാൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ചോദ്യം ഹിന്ദിയിൽ പരിഭാഷപ്പെടുത്തി മോദിയുടെ ചെവിയിൽ എത്തുന്നതാണ്. അങ്ങനെയാണ് എന്ത് ചോദ്യമാണ് ചോദിച്ചത് എന്ന് മോദിക്ക് മനസ്സിലാകുന്നത്, അല്ലാതെ ഇംഗ്ലീഷ് മനസ്സിലാവുന്നത് കൊണ്ടല്ല. Can I ask whether you discussed at all today the case of Gautam Adani, who's one of the wealthiest men in Asia and perceived as an ally of Prime Minister Modi? Prime Minister Modi, have you asked the president to take action on that case? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയും പ്രധാനമന്ത്രി മോദിയുടെ വളരെ അടുത്ത ആളുമായ അദാനിക്കെതിരെയുള്ള കേസിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചോ? പ്രധാനമന്ത്രി മോദി, നിങ്ങൾ പ്രസിഡന്റ് ട്രംപിനോട് ഈ കേസിനെ കുറിച്ച് നടപടിയെടുക്കുന്നതിനെ കുറിച്ച് ചോദിച്ചോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ മോദിയുടെ മുഖത്തുണ്ടാകുന്ന മാറ്റം ശ്രദ്ധിച്ചോ? തന്റെ മുതലാളിയെക്കുറിച്ച് ഈ അമേരിക്കൻ ലേഖകൻ ചോദ്യം ചോദിക്കുന്നതിൽ ആകെ വിഷണ്ണനായി അസ്വസ്ഥനാവുകയാണ് മോദി. കണ്ണൊക്കെ തള്ളി മുഖം വിളറി വെളുത്ത് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ ഏതാനും നിമിഷം ശബ്ദമൊന്നും പുറത്തു വരുന്നില്ല. പിന്നീട് പതറിയ ശബ്ദത്തിൽ പറയുന്ന മറുപടി കേട്ടാൽ നാണിച്ച് തല താഴ്ത്തണം. पहली बात है, भारत एक लोकतांत्रिक देश है और हमारे संस्कार, हमारी संस्कृति वसुधैव कुटुंबकम की है. हम पूरे विश्व को अपना एक परिवार मानते हैं. हर भारतीय को मैं अपना मानता हूं. दूसरी बात है, ऐसे व्यक्तिगत मामलों के लिए दो देश के मुखिया न मिलते हैं, न बैठते हैं, न बात करते हैं. ആദ്യത്തെ കാര്യം, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും വസുദൈവ കുടുംബകം എന്നുള്ളതാണ്. ഞങ്ങൾ ലോകത്തെ മൊത്തം ഞങ്ങളുടെ കുടുംബമായാണ് കാണുന്നത്. എല്ലാ ഇന്ത്യക്കാരെയും ഞാൻ സ്വന്തം ആളുകളായാണ് കാണുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങളിൽ രണ്ട് രാജ്യങ്ങളുടെ തലവന്മാർ തമ്മിൽ കാണുകയോ ഇരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുകയില്ല. അവസാനം ആ കൈയിട്ടുള്ള ആക്ഷൻ ഒന്ന് കാണേണ്ടത് തന്നെയാണ്, അല്ലേ? അതുപോലെ എന്താണ് ഈ പറയുന്നത്? അദാനിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് പറയുന്ന മറുപടി, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരെയും ഞാൻ സ്വന്തം ആളുകളായാണ് കാണുന്നത്, ലോകത്തെ മൊത്തം കുടുംബമായാണ് കാണുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പേഴ്സണൽ കാര്യങ്ങളിൽ എന്ന് പറയുന്നതാണ്. അതായത് അദാനിയുടെ കാര്യം തന്റെ പേഴ്സണൽ കാര്യമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് മോദി. ലോകത്തെ മൊത്തമല്ല മോദി കുടുംബമായി കാണുന്നത്, മറിച്ച് അദാനിയെയാണ് കുടുംബമായി കാണുന്നത്. അദാനിക്ക് വേണ്ടി ഇന്ത്യ എന്ന രാജ്യം മൊത്തം തീരെഴുതി കൊടുക്കാൻ മാത്രം പേഴ്സണലാണ് മോദിയും അദാനിയും തമ്മിലുള്ള ബന്ധം. ഇത് ഇന്ത്യയല്ല എന്നുള്ള കാര്യം മോദി മറന്നുപോയി. അവസാനം പറയുമ്പോൾ വളരെയേറെ വികാരപരവശനായി കോപം പുറത്തു വരുന്നതാണ് ആ വൃത്തികെട്ട കൈകൾ കൊണ്ടുള്ള ആംഗ്യങ്ങൾ കാണിക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, അദാനി മൊദാനിയാണ് എന്നുള്ള കാര്യം ലോകത്തുള്ള മൊത്തം ജനങ്ങൾക്കും അറിയാം എന്നുള്ളതാണ്. അതിനാലാണല്ലോ ഈ അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ നിങ്ങളുടെ വളരെ അടുത്താളായ അദാനിയുടെ കേസിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തോ എന്ന് മോദിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നത്. അദാനി എന്നുള്ളത് തന്റെ പേഴ്സണൽ താല്പര്യമാണെന്ന് വിദേശത്ത് ചെന്ന് പറഞ്ഞതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അദ്ദേഹം എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: രാജ്യത്ത് വെച്ച് അദാനിയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിശബ്ദതയാണ്, വിദേശത്ത് നിന്ന് ചോദിക്കുമ്പോൾ അത് വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറയുന്നു. അമേരിക്കയിൽ പോലും അദാനിയുടെ അഴിമതി മോദി കവറപ്പ് ചെയ്യുകയാണ്.
സുഹൃത്തിന്റെ കീശ നിറയ്ക്കുന്നത് മോദിക്ക് രാഷ്ട്രനിർമ്മാണം ആവുമ്പോൾ കൈക്കൂലി വാങ്ങുന്നതും രാജ്യത്തെ സമ്പത്ത് കൊള്ളയടിക്കുന്നതും വ്യക്തിപരമായ കാര്യമായി മാറും. ഇവിടെ സുമന്ത് രാമൻ എന്നയാൾ ഇതിനെ കളിയാക്കി എഴുതിയിരിക്കുന്നത് കണ്ടോ? ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവാണ്, വസുദൈവ കുടുംബകം എന്നൊക്കെ പറയുന്നത് അദാനിയെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടിയാകുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും മീഡിയകൾ ഇതുവരെയും അദാനിയോട് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല എന്നോർക്കണം. കാരണം എണ്ണം കെട്ട ഇവരെല്ലാം മോദിയുടെ ബിസ്ക്കറ്റ് തിന്ന് രാജ്യത്തെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുകയാണ്. ഏതായാലും അമേരിക്കയിൽ ചെന്ന് ഇങ്ങനെ അദാനിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഭൂലോക വിട്ടിത്തം വിളിച്ചു പറഞ്ഞ് എല്ലാവരുടെയും മുൻപിൽ നാണം കെടേണ്ട വലിയ ഗതികേടാണ് അദാനിയുടെ കൂലിക്കാരന് ഉണ്ടായിരിക്കുന്നത്. ഈ ചോദ്യത്തിന് മോദി പറഞ്ഞ മറുപടിയുടെ അർത്ഥം എന്താണെന്ന് വിവേകമുള്ള ആർക്കും അല്പം പോലും പിടികിട്ടുന്നില്ല.